ഹലോ ഫ്രണ്ട്സ്, എൻആർനോളജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ CSEB നടത്തുന്ന ബാങ്ക് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഏതൊക്കെ തസ്തികയിലേക്കാണ് ഇപ്പോൾ നിലവിൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ വിജ്ഞാപനം പുറത്തു വിട്ടിട്ടുള്ളത് 5/3/2026 അപേക്ഷ ലാസ്റ്റ്, അതായത് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി എന്ന് പറയുമ്പോൾ 4/4/2026 മുമ്പായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ മുന്നേ CSEBയിൽ അപ്ലൈ ചെയ്തതിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഒഫീഷ്യൽ സൈറ്റ് വഴി തന്നെയാണ് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ കാറ്റഗറീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി നമ്പർ 8/2026 സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള തസ്തികയിലേക്കാണ് ഫസ്റ്റ് വിളിച്ചിട്ടുള്ളത്. ഇതിൽ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി വിത്ത് HDC BM എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി വേണം, പിന്നെ അതിനോട് HDC BM എന്ന് പറഞ്ഞ കോഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവണം. 7 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. പിന്നെ BSc ഉള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം. BSc അഗ്രികൾച്ചറൽ വിത്ത് 7 ഇയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് കൊടുക്കുക. പിന്നെ മാസ്റ്റർ ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ BCom കോർപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർക്ക് 7 വർഷത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൽ ഫസ്റ്റത്തെ ഒഴിവ് നോക്കുകയാണെങ്കിൽ ചേർത്തലുള്ള ബാങ്കിലേക്ക് വിളിച്ചിട്ടുണ്ട്. സെക്രട്ടറി ഒരു വേക്കൻസി ഉണ്ട്. ശമ്പളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16,420 തൊട്ട് 42,670 വരെയൊക്കെ സ്കെയിൽ ഓഫ് പേയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ മഞ്ചേരി പറയുന്നുണ്ട്. മഞ്ചേരി ഹൗസിംഗ് സഹകരണ ബാങ്കിലേക്ക് പറയുന്നുണ്ട്. മലപ്പുറം ജില്ലയിലാണ്. അത് സെക്രട്ടറി ഒരു വേക്കൻസി പറയുന്നുണ്ട്. അതിന് സാലറി വരുന്നത് 23,310 തൊട്ട് 57,340 വരെ പറയുന്നുണ്ട്. പിന്നെ മലബാർ വെൽഫെയർ സഹകരണ സംഘം അതിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതിൽ സെക്രട്ടറി ഒരു വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 18 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയാണ് ഉള്ള ആൾക്കാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇളവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടുത്ത വേക്കൻസി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി നമ്പർ 9/2026 അസിസ്റ്റൻറ്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാങ്കുകളും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിറയിൻകീഴ് സർവീസ് സഹകരണ ബാങ്ക് പറയുന്നുണ്ട്. തിരുവനന്തപുരമാണ്. ചീഫ് അക്കൗണ്ടൻറ്റ് ഒരു വേക്കൻസി 29,500 തൊട്ട് 69,250 വരെ സാലറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ കോട്ടയത്തേക്ക് വിളിച്ചിട്ടുണ്ട്. കോട്ടയത്തേക്ക് വിളിച്ചാലും 29,500 തന്നെയാണ് സാലറി പറയുന്നത് സ്റ്റാർട്ടിങ്. പിന്നെ തൃശ്ശൂർ ജില്ലാ പോലീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അവിടെയും ഇതേപോലെ 29,500 തൊട്ട് തന്നെയാണ് സാലറിയും കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രായപരിധി നോക്കുകയാണെങ്കിൽ 18 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ തന്നെയാണ് ഇതിനും പ്രായപരിധിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. SC ST OBCക്കാർക്കൊക്കെ ഇളവും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇനി അടുത്ത നമ്മുടെ വേക്കൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി നമ്പർ 10/2026 ജൂനിയർ ക്ലർക്ക് സൂപ്പർ ഗ്രേഡ് ബാങ്കുകൾ എന്ന തസ്തികയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ BCom കോർപ്പറേഷനുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ SLC ഉള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ അതിനോടൊപ്പം ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള JDC കോഴ്സ് പാസ്സായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോട്ടിഫിക്കേഷനിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക അത്. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് കൊടുക്കുക. ഇതിൻ്റെ ബാങ്കുകളും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയിലേക്ക് വിളിച്ചിട്ടുണ്ട്. 18,300 തൊട്ട് 46,830 വരെ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജില്ലാ പോലീസ് സഹകരണ സംഘം കോട്ടയത്തേക്ക് വിളിച്ചിട്ടുണ്ട്. പിന്നെ പാലക്കാട് ജില്ലയിലേക്ക് ഉണ്ട്. മലപ്പുറം ജില്ലയിലേക്ക് 2 വേക്കൻസി ഉണ്ട്. പിന്നെ കണ്ണൂർ, കാസർഗോഡ് ഇവിടേക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുവെച്ചാൽ നിങ്ങൾ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഇനി നമ്മൾ അടുത്ത കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി നമ്പർ 11/2026 ജൂനിയർ ക്ലർക്ക് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് ബാങ്കുകളിലേക്കുള്ളതാണ്. ഇതിനും അതുപോലെ ഡിഗ്രി കോർപ്പറേഷൻ, അതായത് BCom കോർപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ജില്ലകൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തേക്കുണ്ട്, കൊല്ലം, പിന്നെ കൊല്ലം 3 സ്ഥലത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആലപ്പുഴ 2 സ്ഥലം പറഞ്ഞിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി, എറണാകുളം 3 സ്ഥലത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എവിടെയാണോ ഏത് ജില്ലയിലാണോ വേണ്ടത് വെച്ചാൽ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 12/2026 ജൂനിയർ ക്ലർക്ക് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ജില്ല നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, പിന്നെ അതുപോലെ തന്നെ കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്,
കാസർഗോഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ജില്ലകളിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ യോഗ്യതയും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല JIDC പറഞ്ഞ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ BCom കോർപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർക്കും അതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും. ഇനി നമ്മൾ അടുത്ത വേക്കൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി നമ്പർ 13/2026 സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ MCA BTech കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക് കഴിഞ്ഞ ആൾക്കാർക്ക്, പിന്നെ എക്സ്പീരിയൻസ് 3 വർഷം ചോദിക്കുന്നുണ്ട് ഇതിൽ പെട്ട ആൾക്കാർക്കാണ്. പക്ഷേ ഇവിടെ ഒരു വേക്കൻസി തന്നെ ഉള്ളൂ, അത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലേക്കാണ് പറഞ്ഞിട്ടുള്ളത്. സാലറി സ്കെയിലും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 26,580 തൊട്ടിട്ട് 63,790 വരെ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഇനി ഒരു വേക്കൻസിയും കൂടി ഉണ്ട്, അതിൻ്റെ കാറ്റഗറി നോക്കാം. ഇനി അടുത്ത കാറ്റഗറി നോക്കുകയാണെങ്കിൽ കാറ്റഗറി 14/2026 ആണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ടാണ്. ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി, അതായത് ഏതെങ്കിലും ഒരു ബിരുദം, പിന്നെ അതുപോലെ തന്നെ ഡാറ്റ എൻട്രിയുടെ കോഴ്സ് കഴിഞ്ഞതിൻ്റെ സർട്ടിഫിക്കറ്റും പിന്നെ 1 വർഷത്തെ എക്സ്പീരിയൻസുമാണ് ഇവർ ചോദിക്കുന്നത്. ഇതിലേക്ക് ജില്ലകൾ നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട വരുന്നുണ്ട്, എറണാകുളം വരുന്നുണ്ട്, കണ്ണൂർ വരുന്നുണ്ട്. ഇത്രയും 3 ജില്ലകളിലേക്കാണ് വേണ്ടത്. 18,300 തൊട്ട് 46,830 വരെ സാലറിയാണ് കണ്ണൂരിലേക്ക് പറഞ്ഞിട്ടുള്ളത്. എറണാകുളം 17,360 തൊട്ട് 44,650 ആണ്. ഇത് ഓരോ ജില്ലയിലേക്കും വ്യത്യസ്ത സാലറിയിലാണ് ഇവർ പറഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇതിലേക്ക് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറയുമ്പോൾ www.kerala.cseb.kerala.government.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് ഉണ്ട്. ഈ ഓൺലൈൻ സൈറ്റ് പരിശോധിച്ച് അതിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ ഓൺലൈനായിട്ട് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് വല്ല അക്ഷയയിലോ മറ്റോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു PSCയുടെ ഒക്കെ പോലത്തെ ഒരു സൈറ്റ്, ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുകയാണ്, അതിലൂടെയാണ് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഒരു വട്ടം തന്നെ പ്രൊഫൈൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വീണ്ടും അതിലൂടെ തന്നെ കയറിയിട്ട് വേറെ വേക്കൻസീസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് ഈ വേക്കൻസിയിലേക്കൊക്കെ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അത് വായിച്ച് നോക്കിയിട്ട് അതിനനുസൃതമായിട്ടുള്ള ഏതെങ്കിലും വേക്കൻസി കാണുകയാണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.